ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടർബോകാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ടയുടെ ഒരു വണ്ടിയാണ്. ടൊയോട്ട ഒരു വേൾഡ് ഫേമസ് കാർ ബ്രാൻഡാണ്. അപ്പോൾ ടൊയോട്ടയുടെ തുടക്കം എങ്ങനെയായിരുന്നു? സാറ്റ്കിച്ചി ടൊയോട്ട ഒരു ജപ്പാൻ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോങ് ടേം വിഷനിലായിരുന്നു ഈ ഒരു കമ്പനി ഉണ്ടായിരുന്നത്. ടൊയോട്ടയുടെ ആദ്യത്തെ ബിസിനസ് തുണിനൂൽ കച്ചവടമായിരുന്നു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കമ്പനി കാർ നിർമ്മിക്കാൻ ആരംഭിച്ചത്. സാറ്റ്കിച്ചി ടൊയോട്ടയുടെ മകൻ എയ്ച്ചി ടൊയോട്ട കമ്പനി ഏറ്റെടുത്തു. ഇത് കമ്പനിയിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. എയ്ച്ചി ടൊയോട്ട കമ്പനിയെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. 1966 കൊറോള ഇറങ്ങി. ടൊയോട്ടയുടെ ഒരു മൈൽ സ്റ്റോൺ വണ്ടിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കൊറോള ലോകമെമ്പാടുമുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്തു. ഇത് കമ്പനിയുടെ വളർച്ചയ്ക്ക് വളരെ ഒരു പ്രചോദനമായി തീർന്നു. 70കളിൽ ടൊയോട്ട US വിപണിയിൽ വന്നു. ടൊയോട്ടയുടെ മൈലേജും ലോങ് ടേം പെർഫോമൻസിലും US കസ്റ്റമേഴ്സ് അട്രാക്റ്റീവായി. 1989 ലക്ഷസ് എന്നൊരു ബ്രാൻഡ് പുറത്തിറങ്ങുന്നത്. ഇത് ടൊയോട്ടയുടെ ഒരു പ്രീമിയം ബ്രാൻഡായിരുന്നു. ലോകമെമ്പാടുമുള്ള പ്രീമിയം കാർ ബ്രാൻഡ് ലിസ്റ്റിൽ ലക്ഷസും ഇടം നേടി. 1998 ടൊയോട്ട ഇന്ത്യയിലേക്ക് വന്നു. 2000കളിലായിരുന്നു ടൊയോട്ടയുടെ ആദ്യത്തെ ഇന്ത്യയിലെ വണ്ടി ഇറങ്ങുന്നത്. ആ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ട കോളിസ് ആയിരുന്നു. ടൊയോട്ട കോളിസ് ടച്ച് ആൻഡ് ട്രൈ എന്ന ടാഗ് ലൈനോട് കൂടിയായിരുന്നു വന്നിരുന്നത്. ടൊയോട്ട കോളിസ് ഓടിക്കാൻ സുഖകരവും മൾട്ടി പർപ്പസ് വാഹനം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി വലിയ ഹിറ്റായി മാറാൻ ഇന്ത്യയിൽ കഴിഞ്ഞു. 2000-ൽ കോളിസിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 2004 ആയപ്പോഴേക്കും കോളിസിൻ്റെ പ്രൊഡക്ഷൻ അവർ അവസാനിപ്പിച്ചു. എന്നാൽ 2004 തൊട്ട് ഇന്നോവ എന്ന പുതിയ ഒരു ബോക്സി ഷേപ്പ് വാഹനം ഇവരിറക്കാൻ തുടങ്ങി. ഇന്നോവ അന്നത്തെ കാലത്ത് വലിയൊരു വിജയമായി തീർന്നു. ഇന്നോവയുടെ പല മോഡലുകളും ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം വലിയ വിജയങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് GX 2024 മോഡലാണ്. ഈ ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ഒരു പ്രീമിയം MPV ആണ്. ലക്ഷറിയസ് ആൻഡ് ക്ലാസിക് ഡിസൈൻ, റൈഡിംഗ് കംഫർട്ട്, ഈ ഒരു കാറ്റഗറിയിലെ തന്നെ മികച്ച മൈലേജ് ഉള്ള ഒരു വണ്ടിയും കൂടിയാണ്. ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ ഇതൊരു വമ്പൻ വിജയമായി മാറി. ഈ ഒരു ഇന്നോവ ഹൈക്രോസ് മുൻകാല ഇന്നോവകളേക്കാൾ കൂടുതൽ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വേറെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടം കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് തന്നെ ഓൺ ആയിക്കോളും. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവും ഗ്രില്ലുമാണ്. ടോട്ടലി ഇതിനൊരു അഗ്രസീവ് ലുക്കാണ്. അപ്പോൾ ഇതിനൊരു ഗൺമെറ്റൽ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ടൊയോട്ടയുടെ വലിയൊരു ബാഡ്ജിങ്ങും ഇതിനകത്ത് കാണാം. അപ്പോൾ ഒരു ഡേ ടൈം റണ്ണിംഗ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കം ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ലൈറ്റ് ഹൈ പവർ പ്രൊജക്ഷൻ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നീളം കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ 4 ക്യാമറാസ് ഉണ്ട്. അതിൽ ഫ്രണ്ട് ക്യാമറയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് കീലെസ് എൻട്രി ആണ് വരുന്നത്. വണ്ടി അൺലോക്കായി. ഇത് നമുക്ക് വണ്ടി ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു വിരൽ ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ കൈ ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇത് അൺലോക്ക് ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ പഴയ ഇന്നോവ ക്രിസ്റ്റയിൽ നിന്നും തികച്ചും വ്യത്യസ്തതയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെ ഒരു ഇന്നോവ ഹൈക്രോസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാറുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ കണ്ട ടൊയോട്ടയുടെ ലോഗോയെ അപേക്ഷിച്ച് തികച്ചും ചെറിയൊരു ലോഗോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടറിൽ കാണുന്ന ഈ ഒരു പോർഷൻ ശരിക്കും ഷോറൂം ആക്സസറീസ് ആണ്. അതുകൂടാതെ തന്നെ ഇത് അണ്ടർ റൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്പിന് ഇതിൻ്റെ അടിയിലാണ് വരുന്നത്.
പഴയ ഇന്നോവകളിലൊക്കെ ബാക്ക് വീൽ ഡ്രൈവാണ്. ഈ ഒരു പുതിയ ഇന്നോവ ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അതുകൂടാതെ തന്നെ കാറുകളെ പോലെ മോണോകോക്ക് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് റോളിംഗ് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വീൽ ഭാഗത്തേക്ക് വരാൻ നേരത്ത് 10 സ്പോക്ക് അലോയ് വീൽസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 205 R16 സൈസുള്ള ടയറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 4 ഡിസ്ക് ബ്രേക്കാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് കൂട്ടണമെങ്കിൽ നമുക്കിത് ഈ സീറ്റ് മടക്കാവുന്നതാണ്. അപ്പോൾ ഈ സീറ്റ് മടക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇയാൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാരി കിടക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട് ഇവിടെ. നല്ല ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് പിക്നിക്ക് പോകുന്ന ഒരു ഫാമിലിക്ക് അവരുടെ ആവശ്യ സാധനങ്ങളെല്ലാം വെക്കാനുള്ള ഒരു ബൂട്ട് സ്പേസ് ഇത് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്പിന് നമ്മൾ ഇതിൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജാക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ജാക്കിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതൊരു ഹിഡൻ സ്പേസ് പോലെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത് നമുക്ക് യൂസ് കഴിഞ്ഞിട്ട് ഇത് മൂടി വെക്കാവുന്നതാണ്. ഇത് കൊടുത്ത് അപ്പോൾ ഇവർ ഇതിൻ്റെ ഒരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ നൽകുന്നൊരു ഇൻറ്റീരിയറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്ന നേരത്തെ ഒരു ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ്. അതായത് പവർ സ്റ്റിയറിംഗ് അല്ല, ഒരു ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനൊരു ലെതർ കോട്ടാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. അപ്പോൾ ലെഗ് സ്പേസും ഹെഡ് സ്പേസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റിയൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് വരുന്നത് ഫാബ്രിക്കാണ്, ഫാബ്രിക് കോട്ടിങ്ങിൽ വരുന്ന സീറ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മെറ്റാലിക് ഫ്രെയിമിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു 7 ഇഞ്ചസ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഓടിക്കാൻ നല്ലൊരു കംഫർട്ടാണ്. അതുകൂടാതെ തന്നെ ഇതിനൊരു ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. അതായത് സാധാരണ ഹാൻഡ് ബ്രേക്ക് പോലെ നമുക്ക് ഇങ്ങനെ ഫിസിക്കലി വലിക്കണ്ട. ഇത് നമുക്കൊരു സ്വിച്ച് ഉണ്ട്, ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒന്ന് നമുക്ക് പിടിച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്വിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു 7 ഇഞ്ചസ് ടച്ച് സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇവിടെ ഇതിൻ്റെ കൺട്രോൾസും വരുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും, കോൾസ് പിക്കപ്പ് ചെയ്യാനും, അതുകൂടാതെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനും അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഇതിൻ്റെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് പൊക്കവും താത്തവും ചെയ്യാം. അതിൻ്റെ ആ ഒരു ലിവർ വരുന്നത് ഇതിൻ്റെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ വിത്താര ബ്രസയിലും സ്വിഫ്റ്റിലും കണ്ട പോലെ ഇത് താഴെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇത് സൈഡിലാണ് ഇതിൻ്റെ ഒരു ലിവർ വന്നിരുന്നത്. ഇത് നമുക്ക് പൊക്കവും താത്തവും ചെയ്യാൻ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൺഷെയ്ഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ഇതുണ്ട്, എയർ ബാഗ്സിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. ഒരു സ്ലൈഡിങ് ക്ലോസിങ്ങും ഓപ്പണിങ്ങും ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് മുകളിലേക്കാക്കാം. അത്രേ ഉള്ളൂ. മിക്ക വണ്ടിയിലും നമുക്ക് ഡ്രൈവർ സൈഡിൻ്റെ അവിടെ ഇതുപോലത്തെ ഹാൻഡ് ഹോൾഡേഴ്സ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതുണ്ട്. ഇതെന്തിനാണ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡോറൊക്കെ കാറിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോർ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാറിൻ്റെ പിക്ചർ വരും. ആ കാറിൻ്റെ പിക്ചർ നമ്മൾ ഏതൊക്കെ ഡോർ തുറന്നിട്ടുണ്ടെന്നുള്ളൊരു പിക്ചർ ഇവിടെ കാണിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു പ്രീമിയം ഫീൽ നൽകുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗിയേഴ്സൊക്കെ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിനോട് ചേർന്നുള്ളൊരു പാർട്ടിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു വണ്ടിക്ക് അടിപൊളി ഒരു ഫീല്, ഒരു ലുക്ക് നൽകുന്ന ഒരു പാർട്സാണ് ഇതുപോലത്തെ ഈ ഡാഷ്ബോർഡും അതിൻ്റെ
അതിൻ്റെ ഇടയിലുള്ള ഇങ്ങനത്തെയൊക്കെ ഒരു ലൈൻസും അതൊക്കെ നല്ല ലുക്ക് തരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. അതുകൂടാതെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ AC കൺട്രോൾസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഡാഷ് ബോർഡ്സ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ്സാണ് ഇവിടെ വരുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മൊബൈൽസോ അങ്ങനെ എന്തെങ്കിലും ബുക്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 7 ഇഞ്ചസ് ആൻഡ്രോയിഡ് ഓട്ടോ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ കൺട്രോൾസും സ്റ്റിയറിങ്ങിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കമ്പനി ആക്സസറീസ് ആയിട്ട് 360 ഡിഗ്രി ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൺട്രോൾസ് നോക്കാം. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു 360 ഡിഗ്രി ക്യാമറ തന്നെ സ്റ്റാർട്ടാവുകയും ചെയ്യും. അതുകൂടാതെ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ബ്ലൈൻഡ് സ്പോട്ട്സൊക്കെ ഇത് കാണിച്ചു തരും. ഒരു പരിധി വരെ അപകടം കുറയ്ക്കാൻ ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്ക് സ്പേസ് നോക്കാം. വാ. അപ്പോൾ ഇതിൻ്റെ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഈ ഒരു ഡോറിന് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ബോട്ടിൽ നമുക്ക് വെക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അത്യാവശ്യം ഒരു ലെഗ് സ്പേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഹെഡ് റൂമും അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടാണ്. നമുക്ക് സുഖമായിട്ട് കാല് നീട്ടിയിരുന്ന് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് പ്ലസ് കപ്പ് ഹോൾഡർ രീതിയിലൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മടക്കി വെക്കാവുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റീനെ പറ്റി നമ്മൾ സംസാരിച്ചില്ല അല്ലേ? അപ്പോൾ ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഒരു 3 അഡൽസിന് ഇരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ഒരു 6 സീറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മാക്സിമം സീറ്റ് കപ്പാസിറ്റി 8 സീറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ബാക്ക് റോയിൽ 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ്സൊക്കെ ഈ ഒരു വണ്ടീനെ നല്ല സേഫ്റ്റിയാണ് ഈ സീറ്റ് ബെൽറ്റ്സ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സീറ്റ് റോയിലും കൂടാതെ ഫ്രണ്ടിൽ 2 സീറ്റിലും ഉണ്ട്. ബാക്ക് റോയിലത്തെ സീറ്റിലും സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ താഴെ വരുവാണെങ്കിൽ ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട്. മാക്സിമം 4 kg വരെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ് ഇതിനകത്ത് വരുന്നത്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഒരു സ്പേസും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫയൽസോ ഡോക്യുമെൻറ്റ്സോ വെക്കണമെങ്കിൽ ഇവിടെ ഒരു സ്പേസും കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബാക്കിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ഫ്രണ്ടിലേക്കും ആകും. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു AC വണ്ടി അതുകൊണ്ട് നമുക്ക് ബാക്കിലും സീറ്റ് ഉണ്ട്. ആ ബാക്കിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ഒരു ലിവർ ഉണ്ടാകും. ലിവർ പിടിച്ചിട്ട് ഈ വണ്ടി ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഒരു 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. മാക്സിമം 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റായിരിക്കും. എന്നാലും 2 ആൾക്കാരാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റിൽ നമ്മുടെ സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ബെൽറ്റ്സ് നമുക്ക് ഒന്ന് വെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ബെൽറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ സീറ്റ് ബെൽറ്റ് നമുക്ക് സുഖമായി. അപ്പോൾ നമുക്കിനി സീറ്റ് ബെൽറ്റ് മാറ്റാം. മടക്കാനും ഇത് ബാക്കിലേക്കാക്കാനും നമുക്ക് എന്നിട്ട് ഒരു കിടന്നു പോകാനും നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇരിക്കാനും കടന്നു പോകാനൊക്കെ നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു സീറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ളൊരു ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ളൊരു ഏരിയ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിടിച്ചു കയറണമെങ്കിൽ ഇവിടെ എവിടേക്ക് ആയിട്ടായിരിക്കും പിടിച്ചു കയറാൻ പറ്റുള്ളൂ. എന്നാൽ ഇതൊരു ഹിഡൻ ഫീച്ചറാണ് ഇതിൻ്റെ. അപ്പോൾ പ്രായമായ ആൾക്കാർക്കൊക്കെ പിടിച്ചു കയറാൻ പറ്റണമെങ്കിൽ ഇവിടെ പിടിച്ചു കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സും സ്പെഷ്യാലിറ്റീസും. അപ്പോൾ ഈ ഒരു വണ്ടി ഒരു പ്രീമിയം MPV ആയതുകൊണ്ട് തന്നെ ഒരേ സമയം ഫാമിലി യൂസിനും ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതുകൂടാതെ തന്നെ പെട്രോൾ വേരിയൻറ്റും കൂടിയാണ്. അപ്പോൾ അടുത്തൊരു ടൊയോട്ടയുടെ വണ്ടി കാണുന്നത് വരേക്കും ബൈ.